ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ നമ്മുടെ കുബൂസും ഹമ്മൂസിൻ്റെയും കൂടെ ഞാൻ ചെയ്ത റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാകുന്നുണ്ടാവും. അതേ ടേസ്റ്റിലാണ് ആ ഡ്രൈ ഫ്രൈ നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രൈ ചെയ്യുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ ഞാൻ ഒരു 6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5-2 സ്പൂണോളം വിനാഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബിരിയാണി പീസിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറിയ പീസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 സ്പൂണ് കോൺഫ്ലോർ ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും തന്നെ നമ്മളിതിൽ ചേർക്കാൻ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് ആ ഗ്ലേസിങ്ങും അതുപോലെ ആ ക്രിസ്പിനെസ്സും നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ്. നമുക്കിതിലേക്ക് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 1-2 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനും വെക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു പെർഫെക്ഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 മണിക്കൂറോളം ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളച്ച ഓയിലേക്കായിരിക്കണം നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ അനക്കാതെ വെക്കണം, ഫ്രൈ ചെയ്യണം. കാരണം നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളിതൊന്ന് മറിച്ചിടാനോ ഒന്നിനും പോകാൻ പാടില്ല. ഒരു മിനിറ്റ് നമ്മൾ ഇതേ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ നല്ലൊരു ഫ്ലെയിമിൽ ചിക്കൻ ഏകദേശം ആ ചൂട് കൊണ്ട് നന്നായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഇനി നമുക്ക് ബാക്കി സമയം മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്യാം. ശരിക്കും ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കളറാണ് ഈ ചിക്കന് ഉണ്ടാവുന്നത്. നമ്മൾ വേറൊരു കളറൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനുജൻ്റെ വൈഫാണ്, ആമിന. അപ്പോൾ ഞാൻ അവളുടെ അടുത്തുനിന്ന് ഈ ഒരു റെസിപ്പി കിട്ടിയതിന് ശേഷം ഇതുപോലെ മാത്രമേ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യാറുള്ളൂ. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളക് ചതച്ചിട്ടും ടൊമാറ്റോ സോസ് സോയാ സോസൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കല്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഈ ഒരു ഫ്രൈ ആണ്, ഡ്രൈ ഫ്രൈ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. അത്രയും കണ്ടോ, നല്ലൊരു കളർ വന്നത് കണ്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ 1 മിനിറ്റ് നമ്മൾ ആ ഒരു നല്ല ഫ്ലെയിമിൽ തന്നെ അനക്കാതെ നമ്മൾ ഫ്രൈ ചെയ്യുക. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ ഡ്രൈ ഫ്രൈയുടെ കൂട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കുബൂസും ഹമ്മൂസിൻ്റെയും കോമ്പിനേഷനായിട്ട് ചെയ്തതാണ് ഈ ഡ്രൈ ഫ്രൈ. അപ്പോൾ നിങ്ങൾ കുബൂസും ഹമ്മൂസിൻ്റെയും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ ഫുള്ള് ചിക്കനും ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.